ബീങ് സ്വീറ്റ് നെവർ ഗോസ് ഔട്ട് ഓഫ് സ്റ്റൈൽ അല്ലേ? ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല മധുരമുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഗീ സ്വീറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ പാക്കിംഗ് തന്നെ എത്ര അടിപൊളിയാണെന്ന് കണ്ടില്ലേ. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ക്ലാസിക് മൈസൂർ പാക്കാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് കാണിക്കാൻ കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ബോക്സൊക്കെ. ഞാൻ ഈ ബോക്സൊക്കെ കളയാറില്ല, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ 4 പീസ് മൈസൂർ പാക്കാണ് എടുത്തത്. അതിന് ഏകദേശം 67 റുപ്പീസായി. നമ്മൾ എത്ര എടുത്താലും ഇവിടെ വെയിറ്റ് നോക്കിയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വാങ്ങിച്ചൊരു സാധനമാണ് പഞ്ഞി സോൻ പാപ്പടി. പഞ്ചുമിഠായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? 62 റുപ്പീസാണ് ഒരു സിമ്പിൾ സോൻ പാപ്പടി. ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു. മാംഗോ ഫ്ലേവറിലുണ്ടായിരുന്നു, പിന്നെ റോസ് മിൽക്കിൻ്റെയൊക്കെ. അതിനകത്ത് പിസ്തയൊക്കെ ഇട്ട ഒരു സിമ്പിൾ സാധനം. പിന്നെ ഒരു സ്പെഷ്യൽ നട്ട് ബർഫി. ഇത് ഞങ്ങൾ 2 പീസ് എടുത്തിട്ടുള്ളായിരുന്നു. ആ 2 പീസിന് 52 രൂപയായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇത് അമ്മ വാങ്ങിച്ചതാണ്. ജസ്റ്റ് എന്തോ ഡേറ്റ്സിനകത്ത് ഇതെല്ലാം കൂടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. അടുത്ത സാധനം എന്ന് വെച്ചാൽ ഗീ സോൻ പാപ്പടിയാണ്. എൻ്റെ അനിയത്തിയുടെ ഫേവറേറ്റ് സാധനമാണ്. ഇതും കൊണ്ടല്ലാതെ കോയമ്പത്തൂരിൽ നിന്ന് വരേണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 120 റുപ്പീസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് അസോർട്ടഡ് മിൽക്ക്. ഞാൻ എടുത്ത സാധനം മൊത്തവും പാൽപേടകളായിരുന്നു ഗൈസ്. ആ സെക്ഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു 1/4 കിലോയ്ക്കുള്ള സാധനം എടുക്കാൻ പറഞ്ഞു. അപ്പം ഓരോന്ന് വെച്ചെടുത്ത്. 1/4 കിലോയ്ക്ക് തന്നെ 186 റുപ്പീസായിരുന്നു. പക്ഷേ എല്ലാ സാധനമൊന്നും അതിനകത്ത് ഇൻക്ലൂഡ് ആയില്ല. എന്നാലും അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പേര് പോലും ഓർമ്മയില്ല, പക്ഷേ എല്ലാത്തിനും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്ലേവറും.